അസ്സലാമലൈക്കും. നമുക്ക് ഇന്നൊരു തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കാം. പെട്ടെന്ന് തോന്നിയ രാത്രിയാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അല്ലെങ്കിൽ എല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് ഉണ്ടാക്കാം. ഇതങ്ങനെയല്ല കേട്ടോ, വേഗം വേണതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കാണ്. അപ്പോൾ ഉള്ളിലേക്ക് ഫ്രൈ ചെയ്യാൻ വെച്ച് പിന്നെ ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിലോട്ടൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ഉള്ളി ഫ്രൈ ആകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ നല്ല കഴുകി കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യമായ അരിപ്പൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനെ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ അരിപ്പയും പിന്നെ അതുപോലെ തന്നെ എല്ലാ പൊടികൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ നിർബന്ധമാണ്. പക്ഷേ കളർ വേണമെങ്കിൽ ഇട്ടോ, ആവശ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓപ്ഷനല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും എടുത്തിട്ടില്ല, ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഒരുപാട് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉപ്പൊക്കെ പിടിച്ചാലല്ലേ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തക്കാളി അരിഞ്ഞില്ല കേട്ടോ. അപ്പോൾ തക്കാളി അരിയാൻ പോയിട്ടുണ്ടായിരുന്നു. തക്കാളി നല്ലവണ്ണം അരിഞ്ഞെടുത്ത്, അതായത് ഓവർ തക്കാളി ഒന്നും എടുക്കാണ്ട് കേട്ടോ, മധുരമാകും ബിരിയാണി. അപ്പോൾ ഏകദേശം ഒരു 3 തക്കാളി എടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിപ്പോൾ എൻ്റെ അളവൊന്നുമില്ല കേട്ടോ, ഞാനിങ്ങനെ വെക്കാണ്. അളവില്ല എൻ്റെ ഫുഡിനൊന്നും. എനിക്ക് എങ്ങനെയാണ് പാകം അതുപോലെയാണ് ഞാൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ പേസ്റ്റൊക്കെ ഇട്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില പിന്നെ പുതിനയിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തു. ഉള്ളി വാടിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ അതിന് ശേഷം ഞാൻ മന്തിയുടെ അരി എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം കഴുകി കുതിർക്കാൻ വെക്കണം കേട്ടോ. കുതിർക്കാൻ വെച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നല്ലവണ്ണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഓവർ കുക്ക് വേണ്ട, മീഡിയമായിട്ട് മതി. ഓവറൊന്നും വേണ്ട, കുറച്ച് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. എന്നാലും ബിരിയാണിക്കല്ലേ. അപ്പോൾ ഓൾറെഡി മസാല വെന്തോളും. പിന്നെ അതിലേക്ക് ആവശ്യമായ എല്ലാ പൊടികളും വിതറിക്കെടുക്കാം. മസാലകൾ ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക്, അങ്ങനെയുള്ള പല ബിരിയാണി മസാല, അങ്ങനെയുള്ള എല്ലാ മസാലകളും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോഴേക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ചിക്കൻ റെഡിയാകുന്നുണ്ട്. അപ്പോൾ പകുതി ചിക്കനൊക്കെ ഫ്രൈ ആയി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് മസാല റെഡിയാണ്. അപ്പോൾ ചോറൊക്കെ റെഡിയാണ്. നമ്മൾ ഇത് ഏകദേശം നമ്മൾ ചോറൊക്കെ റെഡിയായി ഇടാനൊന്നും ഇല്ല, പക്ഷേ ഇട്ടാൻ നോക്കിയതാണ്. അപ്പോൾ മസാല എടുക്കാൻ ബിരിയാണി